നമസ്കാരം 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16-ാം കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ. പിണറായി വിജയന്റെ Z+ സുരക്ഷ പുതിയ UDF സർക്കാർ പിൻവലിച്ചു. വിവാദ ഗൺമാന്മാരും മടങ്ങും. കൊച്ചിയിൽ 23-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പകർത്തി. ക്രൂരമായ പീഡന വിവരങ്ങൾ പുറത്ത്. BJP നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി തർക്കം മുറുകുന്നു. വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും നേർക്കുനേർ. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം മരവിപ്പിച്ച നടപടി നീളും. CPM സംസ്ഥാന നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16-ാം കേരള നിയമസഭയുടെ പുതിയ സ്പീക്കർ. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് രാവിലെ സഭയിൽ നടന്ന ത്രികോണ മത്സരത്തിൽ UDFന്റെ 101 അംഗങ്ങളുടെ വ്യക്തമായ പിന്തുണയോടെയാണ് അദ്ദേഹം വിജയിച്ചത്. LDFന്റെ AC മൊയ്തീൻ, BJPയുടെ BB ഗോപകുമാർ എന്നിവരെ പരാജയപ്പെടുത്തിയ തിരുവഞ്ചൂരിനെ പ്രോടേം സ്പീക്കർ G സുധാകരൻ ഔദ്യോഗികമായി വിജയിയായി പ്രഖ്യാപിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് അദ്ദേഹത്തെ സ്പീക്കറുടെ ഡയസിലേക്ക് ആനയിച്ചു. പിണറായി വിജയന്റെ Z+ സുരക്ഷ പുതിയ UDF സർക്കാർ പിൻവലിച്ചു. വിവാദ ഗൺമാന്മാരും മടങ്ങും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ Z+ സുരക്ഷ പുതിയ UDF സർക്കാർ അടിയന്തരമായി Y കാറ്റഗറിയിലേക്ക് വെട്ടിച്ചുരുക്കി. ഇതോടെ അദ്ദേഹത്തിന്റെ എസ്കോർട്ട് വാഹനങ്ങളും വലിയ സുരക്ഷാ വ്യൂഹവും ഒഴിവാക്കപ്പെടും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവകേരള യാത്രയിലെ മർദ്ദന സംഭവങ്ങളിൽ വിവാദത്തിലായ ഗൺമാൻ സന്ദീപ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ പോലീസ് ആസ്ഥാനത്തേക്ക് തിരികെ വിളിച്ചിട്ടുണ്ട്. VIP സുരക്ഷയുടെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലീസ് ശൈലി അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കൊച്ചിയിൽ മോഡലിംഗ് അവസരം വാഗ്ദാനം ചെയ്ത് 23-കാരിയെ ഫ്ളാറ്റിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതായി പരാതി. യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ദേഹത്തേക്ക് പച്ചയിറച്ചി വാരിയെറിഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തതായി FIR-ലുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മുഖ്യപ്രതികളായ ദമ്പതികൾക്കായി കൊച്ചി സിറ്റി പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. മോഡലിംഗ് രംഗത്തെ വലിയൊരു റാക്കറ്റിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് നിലവിലെ കണ്ടെത്തലുകൾ. BJP നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി തർക്കം മുറുകുന്നു. വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും നേർക്കുനേർ. കേരള നിയമസഭയിലെ BJP കക്ഷി നേതാവ് പദവിയെ ചൊല്ലി പാർട്ടിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്നു. വി മുരളീധരനെ നേതാവാക്കാൻ നേരത്തെ ധാരണ ഉണ്ടായിരുന്നെങ്കിലും ഒരേ സമയം രാജീവ് ചന്ദ്രശേഖറും പദവിക്കായി ശക്തമായ നിലപാടെടുത്തതോടെയാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമായതോടെ വിഷയം കേന്ദ്രത്തിന് മുന്നിലെത്തി. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലെത്തി ചർച്ചകൾ നടത്തിയ ശേഷമേ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് സൂചന. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം മരവിപ്പിച്ച നടപടി നീളും. CPM സംസ്ഥാന നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നു. ലഹരി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് അംഗത്വം മരവിക്കപ്പെട്ട ബിനീഷ് കോടിയേരിയുടെ മെമ്പർഷിപ്പ് പുതുക്കണമെന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശ CPM സംസ്ഥാന സമിതി വീണ്ടും തള്ളി. 2022 മുതൽ തുടരുന്ന ഈ അസാധാരണ നടപടി ഇതോടെ നീളും. സാധാരണയായി ഇത്തരം കേസുകളിൽ അംഗത്വം പൂർണ്ണമായി റദ്ദാക്കാറില്ലെങ്കിലും ലഹരി കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ബിനീഷിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്.